തിരുവനന്തപുരം ജില്ലയിൽ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് കഴക്കൂട്ടം. മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് സിറ്റിംഗ് MLA. 2026 സ്ഥാനാർത്ഥി ചർച്ചകൾ പരിശോധിച്ചാൽ UDF സ്ഥാനാർത്ഥിയായി ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെടുന്നത് KPCC എക്സിക്യൂട്ടീവ് അംഗം JS അഖിലിനാണ്. ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായ ശിഷ്യനായിരുന്നു ഈ JS അഖിൽ. യൂത്ത് കോൺഗ്രസ് നേതാവായിരിക്കെ സംസ്ഥാന ശ്രദ്ധ നേടിയ നേതാവാണ് അദ്ദേഹം. കഴിഞ്ഞ തവണ മത്സരിച്ച് തോറ്റ ഡോക്ടർ SS ലാലും ഇത്തവണ കോൺഗ്രസ് സാധ്യതാ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. ആരോഗ്യരംഗത്ത് UDFന്റെ നയങ്ങൾ തീരുമാനിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഡോക്ടർ SS ലാൽ. BJP സ്ഥാനാർത്ഥിയായി മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ മത്സരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. V മുരളീധരൻ മണ്ഡലത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരികയാണ്. 2021 അദ്ദേഹത്തിന് 2ാം സ്ഥാനത്തെത്താനും കഴിഞ്ഞു. LDF കഴക്കൂട്ടത്ത് 3 പേരുകളാണ് പ്രധാനമായും പരിഗണിക്കുന്നത്. CPM ജില്ലാ കമ്മിറ്റി അംഗവും തിരുവനന്തപുരം കോർപ്പറേഷൻ LDF കക്ഷി നേതാവുമായ SP ദീപക്, മുൻ മേയർ K ശ്രീകുമാർ, നിലവിലെ MLA കടകംപള്ളി സുരേന്ദ്രൻ എന്നിവരാണ് പട്ടികയിലുള്ളത്. ശബരിമല വിവാദങ്ങൾ കടകംപള്ളിയുടെ സ്ഥാനാർത്ഥി സാധ്യതകൾക്ക് ഏറെ മങ്ങലേൽപ്പിക്കുന്നുണ്ട്. മുൻ DYFI ജില്ലാ സെക്രട്ടറി കൂടിയായ SP ദീപകിന് വലിയ വ്യക്തിബന്ധങ്ങൾ കഴക്കൂട്ടം മണ്ഡലത്തിലുണ്ട്. നിലവിൽ 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട കോൺഗ്രസിനും കഴക്കൂട്ടം ഒരു അഗ്നി പരീക്ഷയാണ്. കഴക്കൂട്ടത്തെ പോയിന്റായി നമുക്ക് കാത്തിരിക്കാം.